പ്രതിരോധനക്ഷവൃത്തജങ്കോരജാനു ജനകഗുരുവിയുക്ത ശൈശവേ വ്യാധിദശ ശൈശവേ ശൈശവേ വ്യാധി. നിങ്ങൾക്ക് രോഗമൊക്കെ ഉണ്ടാവും. ശരിയാണോ ആ പ്രഡിക്ഷൻ? തെറ്റാണ്, റോങ് ആണ്. പറഞ്ഞ ശനി എന്ന് പറയുന്നത് വളരെ ജെന്യൂൻ ആയിട്ടുള്ളൊരു പ്ലാനറ്റാണ്. ശനി നമ്മൾ വിചാരിക്കുന്ന കണക്ക് ഭയങ്കര ക്രിമിനലോ കൊള്ളക്കാരനോ ഒന്നുമല്ല. പക്ഷേ അവിടെ അതേസമയം ചിലപ്പം ശനിയേക്കാളും ദോഷകാരി വ്യാഴമായിരിക്കും. പക്ഷേ വ്യാഴത്തിന് നമ്മൾ വെറുതെ വിടും. മീനം രാശിക്കാർക്ക് എല്ലാവർക്കും അങ്ങനെ, ചിലർക്ക് സജസ്റ്റ് ചെയ്യാം കേട്ടോ. ക്രിസ്റ്റൽസ് ജെം സ്റ്റോൺസ് ഇടുമ്പോഴത്തേക്ക് ഈ 6, 8, 12 ഭാവങ്ങളുമായിട്ട് കണക്ഷനുള്ള ആ സമയത്ത് അമിത്തിസ്റ്റ് ഇടാതിരിക്കുന്നതാണ് ഭേദം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ പരിഹാരങ്ങൾ ചെയ്തു പോകുന്നതാണ് നല്ലത്. എള്ളുകിഴി കത്തിക്കുക. എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും ശനീശ്വരൻ്റെ അമ്പലത്തിലോ ശാസ്താവിൻ്റെ അമ്പലത്തിലോ അയ്യപ്പസ്വാമിയുടെ അമ്പലത്തിലോ പോകേണ്ടതാണ്. പോയി അവിടെ നീരാജനമൊക്കെ കത്തിക്കുന്നതും എള്ള് പായസത്തിന് കൊടുക്കുന്നതും ഉത്തമമാണ്. ആ ദിവസം കാക്കയ്ക്ക് എള്ള് 7 ശനിയുടെ സമയത്ത്, ജന്മശനിയുടെ സമയം, ശരീരത്തിലാണല്ലോ, അല്ലെങ്കിൽ ചന്ദ്രനോടൊപ്പം അല്ലേ, ചന്ദ്രൻ എന്ന് വെച്ചാൽ മനസ്സല്ലേ, അത് 7 ശനിയുടെ സമയത്ത് ആൻസൈറ്റി കൂടാൻ കാര്യം എന്തുകൊണ്ടാണ്? നമ്മുടെ നാട്ടിൽ ശനി ബാധിച്ചിട്ടുള്ള ഒരുപാട് മനുഷ്യരുണ്ട്. ഈ ശനിയെ ഭയക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഈ ശനി ബാധിച്ച മനുഷ്യരെ നമുക്ക് ഭയക്കേണ്ടതുണ്ടോ? ആരാ ഈ ശനി ബാധിച്ച മനുഷ്യർ? അതാണ് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ. അല്ല, ഇന്നത്തെ കാലത്ത് യൂട്യൂബർമാരെല്ലാം ശനി ബാധിച്ച മനുഷ്യരാണ്, ഇവരെ സൂക്ഷിക്കണം എന്നൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട്. അതായത് ശനി ഇവരെ സൂക്ഷിക്കണം, അവരാളുകളെ സൂക്ഷിക്കണം. ശനി ഒരിക്കലും ഈ പറയുന്ന രാശിചക്രത്തിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ നമുക്ക്. ശനി അവിടെ തന്നെ ഉണ്ടാവും. പക്ഷേ അത് ശനി ആവശ്യമില്ലാതെ ഭയക്കേണ്ട ആവശ്യമില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ നമ്മുടെ ബർത്ത് ചാർട്ടിനകത്ത് ഈ ശനി നീചനായിട്ടോ അതിനെ പ്രത്യക്ഷമായ നീചഭംഗങ്ങളില്ലാതെ വരികയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ പറയുന്ന പോലെ ശനിയുടെ 7 ശനിയും കണ്ടക ശനിയൊക്കെ ബാധിക്കാം. പിന്നെ അങ്ങനെ അത് കേസ് ടു കേസ് ഡിഫറെൻ്റ് ആണ്. അല്ല ജനറലായിട്ട് ഇത്രയും ഈ ഗ്രൂപ്പിൽ എല്ലാം ശനി ബാധിച്ച ആൾക്കാരാണെന്ന് പറയുന്നത് ശരിയല്ല. അത് അവരാവശ്യമില്ലാതെ ഭയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, അതായത് ഒരു മനുഷ്യൻ ഒരു 90 വയസ്സ് വരെ ജീവിക്കുകയാണെങ്കിൽ 50 വർഷത്തിന് മുകളിൽ 7 ശനിയും കണ്ടക ശനിയും അഷ്ടമ ശനിയൊക്കെ വരും. ഇത് മാത്രം നോക്കിക്കൊണ്ടിരിക്കരുത്. ശനി എന്ന് പറയുന്ന ഒരു കാർമിക് പ്ലാനറ്റാണ്. ടാറ്റയ്ക്കും ബിർളയ്ക്കും അംബാനിക്കും യൂസഫ്ലിക്കും ഒക്കെ ഉണ്ട്. അവരാരും ശനി ബാധിച്ചു എന്ന് വെച്ചിട്ട് അവരുടെ ബിസിനസ് പ്ലാനുകളെല്ലാം മതിയാക്കിയിരിക്കുന്നില്ല, ഇല്ലേ? അപ്പം അതൊരു കാർമിക് പ്ലാനറ്റാണ്. നമ്മൾ കർമ്മം ചെയ്യുന്നതിനോടൊപ്പം സ്പിരിച്വലായിട്ട്, അതായത് സ്പിരിച്വൽ മീൻസ് നമ്മൾ കുറച്ചുകൂടെ ഇന്നർ സ്ട്രെങ്ത് വർദ്ധിപ്പിച്ച് നമുക്കൊരു ഭൗതിക ഭ്രമങ്ങൾക്കപ്പുറം നിന്നുകൊണ്ട് നമുക്കൊരു ആത്മീയ തലങ്ങളെയും കൂടെ ഇഷ്ടപ്പെട്ടു പോകുന്ന ആൾക്കാരെയൊന്നും ശനി അധികമായി ബാധിക്കില്ല. പിന്നെ ബൈ ബർത്ത് ഈ പറഞ്ഞ പോലെ ശനി നീചനായിട്ട് ജനിക്കുന്ന ആൾക്കാർ, അപ്പോൾ ലഗ്നത്തിൽ തന്നെ ശനി നീചത്വം ഭവിച്ച് നിൽക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ചന്ദ്രനോടൊപ്പം തന്നെ ശനി നീചത്വം ഭവിച്ച് നിൽക്കുന്ന ആൾക്കാർ, അത് മേട ലഗ്നം വരുമോ, മേടത്തിലാണല്ലോ ശനി നീചത്വം ഭവിക്കുന്നത്, അവിടെ മേട ലഗ്നം വരിക, അല്ലെങ്കിൽ മേടത്തിൽ തന്നെ ചന്ദ്രൻ വരിക, അങ്ങനെയൊക്കെ വരുമ്പോൾ എല്ലാ മേടൻ രാശിക്കാർക്കും അല്ല കേട്ടോ പറയണേ, അങ്ങനെ പോസിബിലിറ്റിയാണ് പറയണേ. അങ്ങനെ വരുന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ അവരുടെ കരിയർ വൈസ്, അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ മേട ലഗ്നത്തിൽ ശനി നീചനായി നിൽക്കുന്നു. അവിടെ നീചഭംഗങ്ങളൊന്നുമില്ല. ഇപ്പോൾ സൂര്യൻ ഉച്ചനായിട്ടില്ല, അല്ലെങ്കിൽ സൂര്യൻ സ്വക്ഷേത്ര ബലവാനായിട്ടില്ല, ചൊവ്വ സ്വക്ഷേത്ര ബലവാനായിട്ടില്ല, ചൊവ്വ ഇപ്പോൾ കർക്കിടകം രാശി നിൽക്കുന്നു, സൂര്യൻ ഇപ്പം സൂര്യൻ വന്ന് തുലാം രാശി നിൽക്കുന്നു എന്നൊക്കെ വരുമ്പോൾ ശരിക്കും അവിടെ പ്രത്യക്ഷമായ നീചഭംഗങ്ങളില്ല എന്നുള്ളതാണ്. അത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയി എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ഇപ്പം നമ്മൾ ഇതിനകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ മാം അസ്ട്രോളജറാണ്, റേക്കി ഹീലറാണ്, അതേപോലെ തന്നെ ക്രിസ്റ്റൽ ഹീലറാണ്. അപ്പം ഇതിൻ്റെ എല്ലാം കൂടെ ഒരു ആകെത്തുകയാണ്. ഇപ്പം ശനി ദോഷമുള്ള ഒരാൾ, ഒരു ആസ്ട്രോളജർ അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റ് നമ്മുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ അപ്പം ഇതിനൊരു ഫലം പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ടോ? ആഡ് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പം ചിലരോട് ഞാൻ പറയും മെഡിറ്റേഷൻ ചെയ്യാം, സെൽഫ് മെഡിറ്റേഷൻ ചെയ്യാൻ പറയും. ചിലർ ക്രിസ്റ്റൽസ് ഇടാൻ പറയും. ഏത് ക്രിസ്റ്റലാണ് അതിന് അനുയോജ്യം എന്ന് ജാതകവശാൽ നോക്കിയിട്ട് ക്രിസ്റ്റൽസ് സജസ്റ്റ് ചെയ്യും. അപ്പം ക്രിസ്റ്റൽ ഹീലിംഗ് പ്രാക്ടീഷണർ സജസ്റ്റ് ചെയ്യുന്നതും, ഞാൻ ക്രിസ്റ്റൽ ഹീലിംഗ് പ്രാക്ടീഷണറാണ്, പ്ലസ് ഈ അല്ലാതെ ഇപ്പം ആസ്ട്രോളജർ അല്ലാതെയും ക്രിസ്റ്റൽസ് ഹീൽ, അത് ചക്രാസിൻ്റെ ഇത് വെച്ചിട്ട് അവർക്ക് ആ ചക്ര ഹീൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ക്രിസ്റ്റൽസ് സജസ്റ്റ് ചെയ്യാം. ഞാൻ ആസ്ട്രോളജർ എന്നുള്ള രീതിയിൽ ഇതെല്ലാം കൂടെ ക്രോഡീകരിച്ചുകൊണ്ട് ചിന്തിക്കും. അത് അവിടെ ക്രിസ്റ്റലാണോ, ജെം സ്റ്റോൺ ആണോ, അല്ലെങ്കിൽ പ്രാർത്ഥനയാണോ, മെഡിറ്റേഷനാണോ, അല്ലെങ്കിൽ എന്ത് ടൈപ്പ് വഴിപാടാണ് വേണ്ടിയത്, ഇതെല്ലാം അതിനകത്തുനിന്ന് സോർട്ട് ഔട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഒരു അസ്ട്രോളജർ പറഞ്ഞു കൊടുക്കുന്നതിന് അപ്പുറത്തേക്ക് നമുക്ക് അതിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ആ സമയത്ത് കഴിയുമോ? ഇപ്പോൾ അവർ ഒരു അസ്ട്രോളജർ അടുത്തേക്ക് പോവുകയാണെങ്കിൽ ഈ ക്ഷേത്രത്തിൽ പോയി ഇന്ന വഴിപാട് ചെയ്യുക, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വഴിപാടുകളായിരിക്കും കൂടുതലും പറഞ്ഞു കൊടുക്കുന്നത്. അതിനപ്പുറത്തേക്ക് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിയുമോ?
ആസ്ട്രോളജർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ആസ്ട്രോളജർ എന്ന് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നോർമലി നമ്മളും പറഞ്ഞു കൊടുക്കാറ്. പക്ഷേ ഞാൻ ഈ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പം ഞാൻ പഠിച്ചു വന്നത് ICS ഡോക്ടർ BV രാമൻ ഇൻസ്റ്റിറ്റ്യൂട്ടില്ലേ, അറിയില്ലേ? അവർക്ക് മോഡേൺ ആസ്ട്രോളജിയുടെ ആൾക്കാരാണ്, ഡോക്ടർ BV രാമനൊക്കെ. അപ്പം അതിൽ നിന്നാണ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ സെഡറൽ സോഡിയക് സൈനും ട്രോപ്പിക്കൽ സോഡിയക് സൈൻ എന്ന് പറഞ്ഞ 2 കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ വെസ്റ്റേൺ ആസ്ട്രോളജിക്കാർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് സൈക്കോളജി ബേസിലാണ് നോക്കുന്നത്. അതേസമയം നമ്മളാണെങ്കിൽ നമുക്കത് ഒട്ടും ദഹിക്കാത്ത വിഷയമാണ്. അതായത് നമ്മുടെ വേദിക് ആസ്ട്രോളജി ഫോളോവേഴ്സ് എന്ന് പറയുന്നത് അവർക്ക് അത് സൈക്കോളജി ആയിട്ടൊന്നും കണക്ട് ചെയ്യുന്നതൊന്നും അവർക്ക് ശരിയാവുന്നില്ല. അവർക്ക് വേണ്ടിയെന്ന് വെച്ചാൽ എപ്പോഴും പ്രെഡിക്റ്റീവായിട്ട് പ്രഡിക്ഷനാണ് വേണ്ടിയത്. ഒരു ആസ്ട്രോളജറിൻ്റെ അടുത്തുനിന്ന് അവർ പ്രതീക്ഷിക്കുന്ന കാര്യം ഒരു പ്രഡിക്ഷനാണ്. ജോലി കിട്ടുമോ? ജോലി കിട്ടും. ഇല്ലേ? കിട്ടത്തില്ല. ഇങ്ങനെയുള്ള yes or no ക്വസ്റ്റ്യൻസ് ആൻസേഴ്സാണ് ഈ പറയുന്ന ഈ സാധാരണ മനുഷ്യന്മാരെ പ്രതീക്ഷിക്കുന്നത്. അതിനപ്പുറം നിന്നിട്ട് അങ്ങനെയല്ല, എത്രത്തോളം എഫർട്ട് കൊടുക്കണം എന്നൊക്കെയുള്ള അവന് ആ പറയുന്ന ഹോറോസ്കോപ്പ് സ്ട്രക്ചറിനെ പറഞ്ഞു കൊടുക്കാൻ പറ്റാറുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ICS പഠിച്ചതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ വെസ്റ്റേൺ ആസ്ട്രോളജിയും ഫോളോ ചെയ്യുന്നുണ്ട്. മീൻസ് ആ ഒരു സൈക്കോളജിക്കൽ അവർ പറയുന്നത്, ഇപ്പം ആര് പറയുന്നതിൻ്റെയും നല്ല വശങ്ങൾ നമുക്ക് എടുക്കാമല്ലോ, ഇല്ലേ? നമ്മളെല്ലാം നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് നമ്മൾ പ്രഡിക്റ്റീവായിട്ടുള്ള രീതി തന്നെ ഫോളോ ചെയ്യുകയും നിർബന്ധമല്ലോ ഉണ്ടോ? ഇല്ലല്ലോ. അപ്പം നമുക്ക് മനുഷ്യന് ഉപകാരപ്രദമായിട്ടുള്ള ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഫോളോ ചെയ്യാം. അപ്പം വെസ്റ്റേൺ ആസ്ട്രോളജി എപ്പോഴും കൂടുതൽ ഒരു ലഘുവായ രീതിയിൽ, സിമ്പിളായിട്ടുള്ള രീതിയിലും കുറച്ചുകൂടെ പ്രാക്ടിക്കൽ അപ്രോച്ചാണ് വെസ്റ്റേൺ ആസ്ട്രോളജിയിലുള്ളത്. പക്ഷെ അത് വെസ്റ്റേൺ ആസ്ട്രോളജിയുടെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് അത് കുറച്ച് ആക്യുറേറ്റ് അല്ല. കാരണം എന്ന് വെച്ചാൽ അവർ ഈ പിന്നെ സൂര്യനാണ് അവിടെ റെഫറൻസ് പോയിൻ്റായിട്ട് വരുന്നത്. സൺ സൈൻ ആണ് വരുന്നത്, നമ്മുടേത് മൂൺ സൈൻ ആണ് വരുന്നത്. സൺ സൈൻ വരുമ്പം 30 degrees 30 days. ഈ 30 daysനുള്ളിൽ ജനിച്ച എല്ലാ ആൾക്കാരുടെയും കോമൺ പ്രഡിക്ഷൻസ് ഒന്നുപോലെ ആയിരിക്കും. മറ്റേത് നമ്മളിവിടെ കുറച്ചുകൂടെ മോർ ആക്യുറേറ്റ് ആണ്. കാരണം എന്തുകൊണ്ടാണ്? 2.25 ദിവസത്തിൽ ജനിച്ച ആൾക്കാർ അത്രയും കുറച്ചാണ് വരുന്നത്, അല്ലേ? അപ്പോൾ കുറച്ചുകൂടെ ആക്യുറസി എവിടെ വരും? വേദിക് ആസ്ട്രോളജിയിൽ വരും. വേദിക് ആസ്ട്രോളജിയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചൊരു, ഇപ്പം ഈ ഒരു കാര്യം പറയണമെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞു മേഡം രാശിക്കാരൻ, ഞാൻ വെറുതെ വായി തോന്നുന്നു വിളിച്ച് പറയല്ലോ ചെയ്തത്. അതൊരു തിയറി പറഞ്ഞു, അല്ലെങ്കിൽ ആ ഒരു പ്രമാണ ശ്ലോകം പറഞ്ഞു, അതിൻ്റെ ബേസിൽ നിന്നിട്ടും പിന്നെ എൻ്റെ കുറച്ച് ഫൈൻഡിങ്സുമാണ് അതിനകത്ത് പറഞ്ഞത്. ഇപ്പം ഫോർ എക്സാമ്പിൾ വൃശ്ചികം രാശിക്കാരുടെ ഫലം പറയുന്നു. പ്രതിനക്ഷ വൃത്തജംഗൂര് ജാനു ജനകഗുരുവിയുക്ത ശേഷവേ വ്യാധിദശ ശേഷവേ ശൈശവേ വ്യാധി. അപ്പോൾ നമ്മൾ പറയണം നിങ്ങൾക്ക് രോഗമൊക്കെ ഉണ്ടാവും. ശരിയാണോ ആ പ്രഡിക്ഷൻ? തെറ്റാണ്, റോങ് ആണ്. അപ്പോൾ ഹോരാശാസ്ത്രത്തിൽ ഹോരാചാര്യർ പറഞ്ഞില്ലേ ശൈശവേ ചെറുപ്പം പോലെ രോഗമുണ്ട്. അത് എന്തുകൊണ്ട് ആചാര്യൻ പറഞ്ഞു? ആചാര്യൻ പറയാൻ കാരണം ചന്ദ്രഭവനാധിപതിയായ ഗ്രഹത്തിന് 6ാമത്തെ രാശിയാധിപത്യമുണ്ട്. ഇതിന് വേറെ പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവും കേട്ടോ. എൻ്റെ ചിന്തയാണ് ഞാൻ പറയുന്നത്. ചന്ദ്രഭവനാധിപതിയായ ഗ്രഹത്തിന് 6ാമത്തെ രാശിയാധിപത്യമുണ്ട്. എങ്ങോട്ടാ ഡയറക്റ്റ് കണക്ഷൻ? 6 എന്ന് വെച്ചാൽ രോഗം, കടം, ശത്രു, അല്ലേ? അതുമായിട്ടാണല്ലോ ഡയറക്റ്റ് കണക്ഷൻ. അതുകൊണ്ടാണ് ഹോരാശാസ്ത്രത്തിലെ ഹോരാചാര്യരെ അങ്ങനെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ഫൈൻഡിങ്സ് അങ്ങനെ പോകാൻ ചാൻസ് കൂടുതൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതേസമയം നമ്മൾ എന്താണ് ഈ വരുന്ന ആൾക്കാരോട് നിങ്ങൾ രോഗം ഉണ്ടാവുമെന്ന് പറയല്ല ചെയ്യേണ്ടത്. മറിച്ച് നിങ്ങൾ രോഗമോ കടമോ ശത്രുതയോ ആയ ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കാം. ഏതൊക്കെ മേഖല? മെഡിക്കൽ പ്രൊഫഷൻ, ബാങ്കിങ് സെക്ടർ, ലോ ആൻഡ് ഓർഡർ. അതെൻ്റെ ഫൈൻഡിങ്സാണ്. മനസ്സിലായോ? അപ്പോൾ ആ ഒരു ചട്ടക്കൂടിൽ നിന്നിട്ടാണ് നമ്മൾ ആ പ്രഡിക്ഷൻ കൊടുക്കണം. അല്ലാതെ ചുമ്മാതെ വായി തോന്നുന്നത് പറയുന്നത് ആസ്ട്രോളജി അല്ല. അതേ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന സൈക്കോളജി ആഡ് ഓൺ ചെയ്യാം നമുക്ക്. മനസ്സിലായോ? അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് സൈക്കോളജി ഇതിനകത്തോട്ട് ആഡ് ഓൺ ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കും. അപ്പോൾ അവരുടെ അതാണ് പറയുന്നത്, അവരുടെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ്, ഇമോഷൻസ്, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഞാൻ വൃശ്ചികം രാശിക്കാരുടെ തന്നെ ഫലം പറഞ്ഞത്. അവർ സ്ട്രോങ് ആയിട്ട് നമുക്ക് തോന്നാം, അവർ ശരിക്കും സ്ട്രോങ് അല്ല. ഈ ശനിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, ശനിയുടെ വിഷയത്തിൽ വരുവാണെങ്കിലും സെയിം. അതായത് ഈ പറഞ്ഞ ശനി എന്ന് പറയുന്നത് വളരെ ജെന്യൂൻ ആയിട്ടുള്ളൊരു പ്ലാനറ്റാണ്. ശനി നമ്മൾ വിചാരിക്കുന്ന കണക്ക് ഭയങ്കര ക്രിമിനലോ കൊള്ളക്കാരനോ ഒന്നുമല്ല. എല്ലാവരും വിചാരിക്കുന്നത് ശനി എന്ന് കേൾക്കുമ്പോഴേ ഭയമാണ് ആൾക്കാർക്ക്. പക്ഷേ അവിടെ അതേസമയം ചിലപ്പം ശനിയേക്കാളും ദോഷകാരി വ്യാഴമായിരിക്കും. പക്ഷേ വ്യാഴത്തിന് നമ്മൾ വെറുതെ വിടും. വ്യാഴത്തിന് നമ്മൾ വ്യാഴത്തിൻ്റെ ദോഷം കൊണ്ട് വന്നു എന്ന് ആരും പറയാറില്ല. എപ്പോഴും ശനി ദോഷം കൊണ്ട് വന്നു എന്നാണ് പറയാറ്, ഇല്ലേ? അപ്പം ശനി നമ്മൾ ഒന്ന് അതിൻ്റെ ഹോറോസ്കോപ്പിലെ സ്ട്രക്ചറിൽ എവിടേക്കാണ് പ്രോബ്ലംസ് ഉള്ളതെന്ന് നമ്മൾ ഫസ്റ്റ് നോക്കണം. അതിനെ
പരിഹരിക്കണം. ഒന്ന്, എല്ലാ പഴിയും ശനിയിലോട്ട് കൊണ്ട് ഇടരുത്. രണ്ട്, ഈ ശനി ദോഷമുള്ള ആൾക്കാരുണ്ട്. അത് ഈ പറയുന്ന പോലെ 7 ശനിയോ കണ്ടക ശനിയോ അഷ്ടമ ശനിയോ വരുന്നവർ മാത്രമല്ല. പിന്നെ ആ കാലഘട്ടത്തിൽ അവർക്ക് ദോഷമുണ്ട് അല്ല, അവർ പറയണ ഇല്ല 7 ശനി കാലഘട്ടത്തിൽ ഞാൻ ഇനി അനുഭവിക്കാനൊന്നുമില്ല, ഭയങ്കര ദോഷം സംഭവിച്ചു. പക്ഷെ അപ്പോൾ അവരുടെ ഹോറോസ്കോപ്പ് നോക്കേണ്ടതാണ്. അവർ പറയുന്ന എക്സ്ട്രീം ലെവൽ പ്രോബ്ലംസ് ഒന്നും ആ സമയത്ത് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ അവരുടെ ഹൊറോസ്കോപ്പ് ആ സമയത്ത് തീർച്ചയായും എന്താണ് റിയൽ റീസൺ എന്നുള്ളത് നോക്കണം. കാരണം ഒരു പക്ഷേ അവരുടെ ഹൊറോസ്കോപ്പിൻ്റെ സ്ട്രക്ചറിൻ്റെ പ്രോബ്ലംസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ മഹാദശ കാലഘട്ടമായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ലഗ്നബലം കുറവായിരിക്കാം, 5ാം ഭാവത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വേറെ അഡീഷണൽ പ്രോബ്ലംസ് അവിടെ ഉണ്ടാവാം. അതും കൂടെ പരിശോധിച്ചിട്ടേ എല്ലാ പഴിയും ശനിയിൽ കൊണ്ടിടാൻ പാടുള്ളൂ. ഈ ശനിയുടെ കാലഘട്ടത്തിൽ നമുക്ക് ക്രിസ്റ്റലുകൾ ഏതെങ്കിലും സജസ്റ്റ് ചെയ്യാൻ കഴിയുമോ? അത് നോക്കിയിട്ടാണ് സജസ്റ്റ് ചെയ്യേണ്ടത്. അമിത്തിസ്റ്റ് നല്ലതാണ്. അമിത്തിസ്റ്റ് ഈ ക്രിസ്റ്റൽസ് ഈ ശനി ദോഷ കാലഘട്ടത്തിൽ അമിത്തിസ്റ്റ് ഇടുന്നത് നല്ലതാണ്. ആ സമയത്ത് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യേണ്ടത് നമുക്ക് ഈ കരിയർ വൈസ് പ്രോബ്ലംസ് ഉണ്ടോ, ആൻസൈറ്റി ഉണ്ടോ, ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉള്ളവരാണെങ്കിൽ അമിത്തിസ്റ്റ് ഇടാം. പക്ഷേ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം നല്ലതാണ്. അപ്പോൾ അത് ക്രോസ് ചെക്ക് ചെയ്യണം എന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ശനി ഇപ്പം മീനം രാശിക്കാരാണെന്ന് വയ്ക്കാം സപ്പോസ്. അമിത്തിസ്റ്റ് ഞാൻ അങ്ങനെ സജസ്റ്റ് ചെയ്യാറില്ല. 7 മീനം രാശിക്കാർക്ക് എല്ലാവർക്കും അങ്ങനെ, ചിലർക്ക് സജസ്റ്റ് ചെയ്യാം കേട്ടോ, ചിലത് സജസ്റ്റ് ചെയ്യാൻ പ്രയാസമാണ്. കാരണം എന്താ വെച്ചാൽ ഇതിനകത്ത് ഈ ക്രിസ്റ്റൽസ് ജെം സ്റ്റോൺസ് ഇടുമ്പോഴത്തേക്ക് ഈ 6, 8, 12 ഭാവങ്ങളുമായിട്ട് കണക്ഷനുള്ള ഉണ്ടെങ്കിൽ, അതായത് ഇപ്പം 12ാമത്തെ രാശിയാധിപത്യം ഈ ശനിക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 12ാം ഭാവത്തിൽ ഈ ശനി നിൽക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് അമിത്തിസ്റ്റ് ഇടാതിരിക്കുന്നതാണ് ഭേദം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ പരിഹാരങ്ങൾ ചെയ്തു പോകുന്നതാണ് നല്ലത്. എള്ളുകിഴി കത്തിക്കുക, പിന്നെ എല്ലാ ശനിയാഴ്ച ദിവസങ്ങളും വ്രതാനുഷ്ഠാനങ്ങൾ പാലിക്കുക, വ്രതമെടുക്കുക, എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും വ്രതം എടുത്തു പോവുക. അതായത് പിന്നെ വെജിറ്റേറിയൻ ഭക്ഷണം, ഒന്നുകിൽ വെജിറ്റേറിയൻ ആയിരിക്കണം, ഒരിക്കൽ ഭക്ഷണം കഴിക്കുക. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിൽ ശനീശ്വരൻ്റെ അമ്പലത്തിലോ ശാസ്താവിൻ്റെ അമ്പലത്തിലോ അയ്യപ്പസ്വാമിയുടെ അമ്പലത്തിലോ പോവേണ്ടതാണ്. പോയി അവിടെ നീരാജനമൊക്കെ കത്തിക്കുന്നതും എള്ളുപായസത്തിന് കൊടുക്കുന്നതും ഉത്തമമാണ്. പിന്നെ ആ ദിവസം കാക്കയ്ക്ക് പച്ചരിച്ചോറിൽ എള്ളും കൂട്ടി കുഴച്ച് ഭക്ഷണം കൊടുക്കുന്നത് നല്ലതാണ് ശനിയാഴ്ച ദിവസം. അത് വെള്ളിയാഴ്ച ദിവസം വൈകിട്ട് ഈ പച്ചരിച്ചോറ് വേവിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എള്ളും കൂടെ കൂട്ടിക്കുഴച്ച് കീറലയിൽ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് നല്ലതാണ്. അപ്പൊ അങ്ങനെയൊക്കെ ശനിദോഷം നമുക്ക്. ഈ ശനിയെ മാറ്റാൻ വേണ്ടിയിട്ട് കല്ലുപ്പിന് സാധിക്കുമെന്ന് ഞാൻ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. കല്ലുപ്പ് പൊതുവിൽ എല്ലാ നെഗറ്റിവിറ്റിക്കും നല്ലതാണ്. ഏത് തരം നെഗറ്റിവിറ്റിക്കും ഈ കല്ലുപ്പ് നല്ലതാണ്. ഇപ്പം ശനി ദോഷമുള്ള കാലഘട്ടത്തിൽ കല്ലുപ്പിട്ട് കുളിച്ചു കഴിഞ്ഞാൽ അതും നല്ലതാണ്. അതൊരു പോസിറ്റിവിറ്റി ഉണ്ടാവും. ഇപ്പം ശനി ദോഷം വരും എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു ശനി ദോഷം എന്ന് പറയുന്നത് നമുക്കൊരു മൈൻഡ്, ഒരു ഡിപ്രഷൻ, ആൻസൈറ്റി, നമ്മുടെ മനസ്സ് തന്നെ കൊണ്ട് ഇപ്പം 7ാം ശനിയുടെ സമയത്ത്, ജന്മശനിയുടെ സമയം ശരീരത്തിലാണല്ലോ, അല്ലെ ഈ ചന്ദ്രനോടൊപ്പം അല്ലേ, ചന്ദ്രൻ എന്ന് വെച്ചാൽ എന്താ, മനസ്സല്ലേ. അത് 7ാം ശനിയുടെ സമയത്ത് ആൻസൈറ്റി കൂടാൻ കാര്യം എന്തുകൊണ്ടാണ്? ചന്ദ്രൻ എന്ന് പറയുന്നത് മനസ്സിന്റെ കാരകത്വമുള്ള ഗ്രഹം തന്നെയല്ലേ. ഈ ചന്ദ്രന്റെ 12ാം ഇടത്തും എന്ന് വെച്ചാൽ തൊട്ട് ബാക്കിലും ചന്ദ്രനോടൊപ്പവും ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ തൊട്ടും അടുത്ത രാശിയിലും വരുന്ന സമയമാണല്ലോ. അവിടെ ആരെയാ ബാധിക്കുന്ന കൂടുതൽ? മനസ്സിനെ തന്നെയല്ലേ, അമ്മയെ, മനസ്സിനെ, അങ്ങനെയൊക്കെ തന്നെയല്ലേ, മൂഡ്സ് ആൻഡ് ഇമോഷൻസിനെ തന്നെയല്ലേ ബാധിക്കുന്നത്. അതുകൊണ്ടാണ് ആ സമയത്ത് പിന്നെ നമ്മുടെ മൈൻഡാണ് ശരിയാക്കേണ്ടത്. അതിനാണ് കൂടുതൽ മെഡിറ്റേഷൻ ചെയ്യാൻ പറയുന്നതും ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് രാവിലെ തന്നെ. ഇപ്പോൾ ആ ദിവസങ്ങളിൽ വ്രതം എടുക്കാൻ പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? രാവിലെ തന്നെ ക്ഷേത്രത്തിൽ പോകാൻ പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? അവർക്കൊരു ഉറങ്ങി തൂങ്ങി ഒരു ദിവസം കളയാതെ ആ ഒരു ദിവസത്തിനെ ഊർജ്ജസ്വലമാക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും കൂടെയാണ് അത് പറയാനുള്ള റീസൺ. അതിൻ്റെ പിന്നിൽ വേറെ പല കാര്യങ്ങളും ഉണ്ട്. ഇപ്പം ആ ശനിദോഷമുള്ള ആൾക്കാരോട് പറയണം 41 ദിവസം ശാസ്താവിൻ്റെ നടയിൽ പോയി രാവിലെ തൊഴുതിട്ട് വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? രാവിലെ പ്രതീക്ഷയോടെ എഴുന്നേൽക്കും, ഇല്ലേ? രാവിലെ കുളിക്കും, പോസിറ്റീവായിട്ടുള്ളൊരു സ്പേസിൽ പോവും, വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥന ഉണ്ടാവും. ആ ദിവസങ്ങൾ 41 ദിവസങ്ങൾ കൊണ്ട് അവരുടെ ഒരു ശീലം മാറുകയാണ് ചെയ്യുന്നത്. അവരുടെ മനസ്സിനൊരു മാറ്റം വരികയാണ്, പ്രതീക്ഷ ഉണ്ടാവും, ശുഭാപ്തി വിശ്വാസം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഭഗവാൻ മാറ്റും എന്നുള്ളൊരു വിശ്വാസം ആത്മവിശ്വാസമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പൊ അങ്ങനെ ഒരു കോൺഫിഡൻസ് ഡെവലപ്പ്, അതൊരു സൈക്കോളജിയാണ്, ഇല്ലേ? അതൊരു സൈക്കോളജിക്കൽ ഘടകമില്ലേ? അതൊരു സൈക്കോളജിയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ, അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മാറ്റം ഉണ്ടാവുന്നത്. എന്താണെങ്കിലും ഒരുപാട് നന്ദിയുണ്ട്. നമുക്ക് മറ്റുള്ള വിഷയങ്ങളുമായിട്ട് വീണ്ടും ഒരു അധ്യായത്തിൽ ഇരിക്കാം. ഒരുപാട് നന്ദി.